കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 3.0. ലേൺവൈസ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 3.0 ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ മുൻകാല ചോദ്യ പേപ്പറുകൾ മെഷീൻ ലേണിംഗ് അൽഗരിതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും അതുപോലെ തന്നെ പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻസിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള വാട്സ്ആപ്പ് നമ്പർ അടക്കം നമ്മളവിടെ കൊടുത്തിട്ടുണ്ട്. അത് നോട്ട് ഡൗൺ ചെയ്യുക. 7592939616 എന്നതാണ് ആ നമ്പർ. സോ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ അപ്കമിംഗ് ഇഗ്നോ എക്സാംസ്. താങ്ക് യു. ഹായ്, എന്റെ പേര് അക്ഷര. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് BA സൈക്കോളജിയുടെ പേപ്പറായ BPCC 110, അതായത് അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജിയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ആണ്. അപ്പൊ നമുക്ക് നമ്മളുടെ പേപ്പറിലോട്ടേക്ക് കടക്കാം. അപ്പൊ ഈ ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് അല്ലെങ്കിൽ നമ്മളുടെ ഈ ഒരു PYQയുടെ മെയിൻ ഒബ്ജക്റ്റീവ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് അറിയാം ഡിസംബർ 2024 നമുക്ക് എക്സാം അടുത്തോണ്ടിരിക്കുവാണ്. നമുക്ക് റീസെന്റ് എക്സാംസ് വരുന്നുണ്ടാവും. അപ്പൊ അതുപോലെ തന്നെ നല്ല രീതിയിൽ നമ്മളുടെ പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു PYQ നമ്മൾ റിലീസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ ഒരു PYQ കാണുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസും പിന്നെ അതുപോലെ നമ്മൾ സ്ട്രെസ് ചെയ്യേണ്ട കുറച്ച് ടോപ്പിക്സുകൾ ഏതൊക്കെയാണ്, ഏറ്റവും കൂടുതൽ ചോദിച്ച അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ നമ്മൾ ഒരു സിലബസിൽ ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ് ഏതൊക്കെയാണ്, നമ്മളുടെ ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു സ്റ്റഡി പാറ്റേൺ നിങ്ങൾക്ക് ഈ ഒരു അൾട്ടിമേറ്റ് അനാലിസിസിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ കൂടുതലും എന്താ പറയാ, നമ്മൾ ഫോക്കസ് ചെയ്തത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെയും അതുപോലെ ഓരോ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വന്നതിന്റെ ആ ഒരു ട്രെൻഡിനനുസരിച്ചും പിന്നെ അതുപോലെ നമ്മളുടെ പുതിയതായിട്ട് വന്ന ആ ഒരു സ്ട്രക്ചറിൽ അല്ലെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻസ് ചോദിച്ച ആ ഒരു സ്ട്രക്ചറിലുള്ള ചേഞ്ചസിനെ ഒക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു PYQ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് തന്നെ. അപ്പോൾ ഈ ഒരു PYQ കണ്ട് തീർക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സിംപ്ലിഫൈ ചെയ്തിട്ട് നിങ്ങളുടെ ഒരു സ്റ്റഡി പ്രോസസ്സിനെ നല്ല രീതിയിൽ ഇത് എൻഹാൻസ് ചെയ്യും. അതുപോലെ തന്നെ നിങ്ങളുടെ നല്ല ഒരു സ്കോർ കിട്ടാനും നിങ്ങളുടെ പെർഫോമൻസ് എംഫസൈസ് ചെയ്തിട്ട് കുറച്ചും കൂടെ നല്ല റിസൾട്ട് കിട്ടാനും ഈ ഒരു PYQലൂടെ നിങ്ങൾക്ക് സാധ്യമാവുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിന്റെ മെയിൻ ഗൈഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും, ഒരു ഔട്ട്ലൈൻ കൊടുക്കുന്നത് പോലെ. അതുപോലെ തന്നെ നമ്മൾ സിലബസ് കംപ്ലീറ്റ് ആയിട്ട് നമ്മളൊരു സിലബസ് മാപ്പിങ്ങും കൂടെ ചെയ്യുന്നുണ്ട്. ഓരോ ബ്ലോക്ക് വൈസ് ആയിക്കോട്ടെ, ടോപ്പിക് വൈസ് ആയിക്കോട്ടെ, യൂണിറ്റ് വൈസ് ആയിക്കോട്ടെ, അതിന്റെ ഓരോന്നിന്റെയും ഇമ്പോർട്ടൻസ് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ എന്തൊക്കെ ചോദിച്ചിട്ടുണ്ട് അതൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ആ ഒരു ഇമ്പോർട്ടൻസും കാര്യങ്ങളും ഒക്കെ നമ്മൾ നോക്കുന്നുണ്ടാവും. പിന്നെ അതുപോലെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള എക്സാം പാറ്റേൺ അനാലിസിസ് നമ്മൾ ചെയ്യുന്നുണ്ട്. റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ബ്ലോക്ക് വൈസിന്റെ അതിന്റെ എത്രത്തോളം ചോദിച്ചിട്ടുണ്ട്, അതിന്റെ ഫ്രീക്വൻസി എത്രയാണ് എന്നുള്ള രീതിയിലും നമ്മൾ ഈ ഒരു PYQല് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഏറ്റവും പ്രോബബിലിറ്റി അല്ലെങ്കിൽ ഇനി എന്തൊക്കെ ചോദിക്കാം എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ഒരു പ്രഡിക്ഷൻ അനാലിസിസും ആണ്. അതിന്റെ കൂടെ നമ്മൾ ഒരു പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ നിങ്ങൾക്ക് ഡിസംബർ 2024 നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉള്ള നമ്മളുടെ ഈ ഒരു അൾട്ടിമേറ്റ് അനാലിസിസിൽ നമുക്ക് ആ ഒരു ഫൈനൽ റിസൾട്ട് ആയിട്ട് നമുക്ക് ഇതൊക്കെ വരാം എന്നുള്ള രീതിയിലും നമ്മൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ മോഡൽ ആൻസേഴ്സും അതിന്റെ ഒരു ഇവാലുവേഷൻ ക്രൈറ്റീരിയയും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഈ ഒരു ഡാറ്റാസ് ഒക്കെ നമ്മൾ കിട്ടിയത് എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2019 to 2024 ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും പിന്നെ അതുപോലെ BPCC നമ്മളുടെ അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജിയിലുള്ള സിലബസുകളും നമ്മളുടെ ബ്ലോക്കുകളും യൂണിറ്റുകളൊക്കെ ഒക്കെ തരംതിരിച്ച് അതിന്റെ ഇമ്പോർട്ടൻസ് കാര്യങ്ങളും ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു PYQ റിലീസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രാക്ടിക്കൽ ആസ് വെൽ ആസ് ഡൈനാമിക് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. അതിൽ റിയൽ ലൈഫ് വേൾഡ് ആപ്ലിക്കേഷനുമായിട്ട് നല്ല രീതിയിൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സബ്ജക്ട് പഠിക്കുമ്പോൾ ഒരു റിലവൻസ് അല്ലെങ്കിൽ നമ്മൾ റിയൽ ലൈഫിൽ ഒരു ആപ്ലിക്കേഷൻ ലെവലിലും കൂടെ നമ്മൾ ഈ ഒരു സബ്ജക്റ്റിനെ നോക്കി കാണേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സബ്ജക്ട് നമ്മൾ പഠിക്കുന്ന ഒരു സംഭവം തന്നെ നമ്മൾ കണ്ടംപററി ആയിട്ടുള്ള ചാലഞ്ചസും അതുപോലെയുള്ള ഓരോ ഇഷ്യൂസ് ഫേസ് ചെയ്യുന്ന സമയത്തും നമുക്ക് ഈ ഒരു സബ്ജക്റ്റിന്റെ ഒരു ഇമ്പോർട്ടൻസും അതുപോലെ തന്നെ റെലവൻസും ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഈ ഒരു ഗൈഡ് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ എഫക്റ്റീവ് ആയിട്ട് എക്സാമിനെ നോക്കിക്കാണാനും അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റേജസിനെ
നിങ്ങൾക്ക് കുറച്ചും കൂടെ ഫോക്കസ്ഡ് ആയിട്ട് ഏതൊക്കെ ഏരിയാസ് അല്ലെങ്കിൽ ഏതൊക്കെ ടോപ്പിക്സ് സ്ട്രെസ് ചെയ്യണം, അതുപോലെ നിങ്ങളുടെ ടൈം മാനേജ്മെന്റ് കുറച്ചും കൂടെ ഇലാബറേറ്റഡ് ആക്കാതെ കൺസൈസ് ആയിട്ട് നമ്മൾ ഏതൊക്കെ നമുക്ക് പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ നോക്കുവാണെങ്കിൽ നമ്മളുടെ പഠനം പരീക്ഷ എന്നുള്ള ഒരു കാര്യത്തിലോട്ടേക്ക് കേന്ദ്രീകരിച്ചിട്ട് കൊണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു PYQയിൽ ഒരു പെർട്ടിക്കുലർ ഏരിയാസ് ഒക്കെ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത്. സോ ദാറ്റ് നിങ്ങൾക്ക് എക്സാമിന് നല്ല രീതിയിൽ പെർഫോം ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു ഹാർഡ് വർക്ക് നല്ല രീതിയിൽ ഇത് വിനിയോഗിക്കാനും നിങ്ങൾക്ക് പറ്റാവുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മളുടെ സിലബസ് മാപ്പിങ്ങിലോട്ടേക്ക് പോവാം. അതായത് കോംപ്രിഹെൻസീവ് ആയിട്ട് നമ്മൾ ഓരോ ഏരിയാസും അതിന്റെ റെലവൻസും എക്സാമിൽ എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട് എന്നുള്ള രീതിയിലൊക്കെയാണ് നമ്മൾ സിലബസ് മാപ്പിംഗ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം ബ്ലോക്ക് 1 പോവാം. ബ്ലോക്ക് 1 നമ്മുടെ അപ്ലൈഡ് സൈക്കോളജിയിൽ ഈ ഒരു ഇൻട്രൊഡക്ഷൻ പോലെയാണ് ഉണ്ടാകുക. അപ്പൊ അതിൽ യൂണിറ്റ് 1 ഇൻട്രൊഡക്ഷൻ ടു അപ്ലൈഡ് സൈക്കോളജി ഫസ്റ്റത്തെ യൂണിറ്റ് ആണ്. അതിൽ ടോപ്പിക്സ് ഡെഫിനിഷൻ, നേച്ചർ, സ്കോപ്പ്, ഡിഫറൻസ് ബിറ്റ്വീൻ സോഷ്യൽ ആൻഡ് അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി, ലെവൽ ഓഫ് അനാലിസിസ്, ഇതൊക്കെ നമ്മൾ ഫ്രീക്വന്റ്ലി ആസ്റ്റ് ചെയ്ത അല്ലെങ്കിൽ നമ്മൾ ഫ്രീക്വന്റ്ലി എക്സാമിൽ കണ്ടുവന്ന കുറച്ച് ടോപ്പിക്കുകളാണ് ഇവിടെ പറയുന്നുണ്ട്. ഫ്രീക്വന്റ്ലി ആസ്റ്റ് അല്ലെങ്കിൽ യൂഷ്വലി കാണുന്ന ഒരു ടോപ്പിക്സ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഇമ്പോർട്ടൻസ് വെരി ഹൈ ആണ്, നല്ല ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ യൂണിറ്റ് 2 നോക്കുവാണെങ്കിൽ മെത്തഡോളജിക്കൽ അപ്രോച്ചസ് ആണ്. അതിൽ ടോപ്പിക്സുകളായിട്ടുള്ള ഗോൾസ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് റിസർച്ച്, ആക്ഷൻ, റിസർച്ച്, എത്തിക്സ്, ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീക്വന്റ്ലി ആണ് ആസ്ക് ചെയ്തിട്ടുള്ളത്. ഇതൊരു മീഡിയം ചാൻസ് ആണ് കമ്പയറിംഗ് ടു ദ ഫസ്റ്റ് യൂണിറ്റ്. ഇതിൽ ഒരു മീഡിയം ചാൻസ് ആണ് ഉള്ളത്. ഇതിൽ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് 2 പ്രാവശ്യവും ആക്ഷൻ റിസർച്ച് 1 പ്രാവശ്യവും എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. 2019 മുതൽ 2024 ജൂൺ വരെയുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഡാറ്റ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ യൂണിറ്റ് 3 നോക്കുവാണെങ്കിൽ ക്വാളിറ്റേറ്റീവ് റിസർച്ച് ആണ് യൂണിറ്റ് 3. അതിൽ ടോപ്പിക്സുകളായിട്ടുള്ള ഇൻഡെപ്ത് ഇന്റർവ്യൂ, പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ, ഗ്രൗണ്ടഡ് തിയറി, ഈ 2 തിയറീസും അല്ലെങ്കിൽ അതുപോലെ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷനും ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സ് 3 പ്രാവശ്യവും, അതുപോലെ നമ്മൾ ഈ ഒരു യൂണിറ്റ് 3 നോക്കുവാണെങ്കിൽ ഒരു മീഡിയം ഒരു ചാൻസ് ആണ് കാണുന്നത്. സോ ഹൈ പ്രോബബിലിറ്റി നമ്മളുടെ യൂണിറ്റ് 1-നാണുള്ളത്, ബാക്കി 2-നും ഒരു മീഡിയം എന്നുള്ള രീതിയിലാണ് പോകുന്നത്. ഇനി നമ്മൾ നേരെ ബ്ലോക്ക് 2-ലോട്ടേക്ക് പോവാം. ബ്ലോക്ക് 2-ലോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഇന്റർവെൻഷൻ ആൻഡ് ഇവാലുവേഷൻ എന്നുള്ള ഒരു ബ്ലോക്കാണ് നമ്മളുടെ രണ്ടാമത്തെ ബ്ലോക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ. അപ്പൊ യൂണിറ്റ് 4-ല് സോഷ്യൽ ഇഷ്യൂസ് ആൻഡ് പ്രോബ്ലംസ് ആണ് യൂണിറ്റ് 4. അതിൽ ടോപ്പിക്സുകളായിട്ടുള്ള ജെൻഡർ ഡിസ്ക്രിമിനേഷൻ, വയലൻസ്, പോവർട്ടി ഒക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അതിൽ എക്സാം റിലവന്റ് ആയിട്ട് നോക്കുവാണെങ്കിൽ സോഷ്യൽ പ്രോബ്ലംസ് അതുപോലെ അപ്രോച്ചസും ഫ്രീക്വന്റ്ലി ആസ്ക് ചെയ്ത അല്ലെങ്കിൽ നല്ല രീതിയിൽ ഹൈ പ്രോബബിലിറ്റി ഉള്ള ഒരു ടോപ്പിക്കുകളാണ്. അപ്പോൾ അത് സ്ട്രെസ് ചെയ്തിട്ട് തന്നെ പഠിക്കാം കേട്ടോ. പിന്നെ നമ്മുടെ യൂണിറ്റ് 5 ഇന്റർവെൻഷൻ മാപ്പിംഗ് ആൻഡ് ഇവാലുവേഷൻ നോക്കുവാണെങ്കിൽ അതിൽ ടോപ്പിക്സുകളായിട്ടുള്ള ഇന്റർവെൻഷൻ ഡിസൈൻസ്, ഇംപ്ലിമെന്റേഷൻ, ഇമ്പാക്ട് അനാലിസിസ് ഒക്കെ ഉണ്ട്. അതിൽ റെഗുലർലി ചോദിച്ചത് ഇന്റർവെൻഷൻ മാപ്പിംഗ് ആണ്. അത് 4 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും നമ്മൾ ഫോക്കസ് ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഷോർട്ട് നോട്ട് ഒക്കെ ഉണ്ടാക്കേണ്ട ഒരു ഏരിയ ആണത്. പിന്നെ ഇവാലുവേഷൻ ആണ്, അത് 2 പ്രാവശ്യമാണ് ചോദിച്ചിട്ടുള്ളൂ. അതിന് കമ്പാരിറ്റീവ്ലി ലെസ് മീഡിയം ചാൻസസ് ആണുള്ളത്. ബട്ട് നമ്മൾ കൂടുതലും യൂണിറ്റ് 5-ല് നോക്കുവാണെങ്കിൽ ഇന്റർവെൻഷൻ മാപ്പിംഗ് ആണ് ഫോക്കസ് ചെയ്യേണ്ടത്. പിന്നെ ബ്ലോക്ക് 3-ല് വരുവാണെങ്കിൽ ബ്ലോക്ക് 3 അപ്ലിക്കേഷൻ ഓഫ് സോഷ്യൽ സൈക്കോളജി ആണ്. അതിൽ യൂണിറ്റ് 6 ഫസ്റ്റ് യൂണിറ്റ്, നമ്മുടെ ബ്ലോക്ക് 3-ലെ ഫസ്റ്റ് യൂണിറ്റ്, ടോട്ടൽ യൂണിറ്റ് നോക്കുവാണെങ്കിൽ 6-ാമത്തെ യൂണിറ്റില് എൻവയൺമെന്റ് ആൻഡ് ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞ ഒരു യൂണിറ്റ് ആണ്. അതിൽ ടോപ്പിക്സുകളായിട്ടുള്ള സോഷ്യൽ ഡിലേമ അതുപോലെ തന്നെ ഇന്റർ ഗ്രൂപ്പ് റിലേഷൻസും കാര്യങ്ങളും ഇമ്പോർട്ടന്റ് ആണ്. അതിൽ എക്സാം റിലവൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസ് ഓൺ സോഷ്യൽ ഡിലേമാസ് അതുപോലെ തന്നെ ഡൈവേഴ്സിറ്റിനെ പറ്റിയിട്ടും 2 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ഒരു ഒക്കറൻസ് എന്ന് പറയുമ്പോൾ ഒരു മീഡിയം ലെവൽ ഓഫ് ഒക്കറൻസ് ആണ് ഉള്ളത്. ഈ ഹൈ ലെവൽ ആയിട്ട് പറയുന്നുണ്ട് അല്ലെങ്കിൽ ഹൈ ലെവൽ ചാൻസസ് ആണെന്നുള്ള ഏരിയാസ് കുറച്ചും കൂടെ സ്ട്രെസ് ചെയ്ത് പഠിക്കാം. മീഡിയം ലെവൽസിനെ ഒരിക്കലും ഇഗ്നോർ ചെയ്യരുത്. ദർ ആർ ചാൻസസ് അതൊന്നും ക്വസ്റ്റ്യൻസ് വരാൻ. ഇനി യൂണിറ്റ് 7-ലോട്ടേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ യൂണിറ്റ് 7 കമ്മ്യൂണിറ്റി ആൻഡ് ലീഗൽ സിസ്റ്റം ആണ്. അതിൽ കമ്മ്യൂണിറ്റി സൈക്കോളജി, ക്രിമിനൽ ലോ ടോപ്പിക്സുകളാണ് കൂടുതലായിട്ട് ചോദിച്ചു കണ്ടുള്ളത്. അതിൽ ഫ്രീക്വന്റ്ലി ആസ്റ്റ് ചെയ്തത് അല്ലെങ്കിൽ ഫ്രീക്വന്റ്ലി ടെസ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്ലിക്കേഷൻ കോണ്ടെക്സ്റ്റ് ആണ്. അത് ഹൈ ചാൻസസ് ആണ്, 3 പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമ്മുടെ യൂണിറ്റ് 8 പൊളിറ്റിക്കൽ ബിഹേവിയർ ആണ്. അതിൽ ടോപ്പിക്സുകളായിട്ടുള്ള വോട്ടിംഗ് ബിഹേവിയർ, മീഡിയ ഇൻഫ്ലുവൻസ്, അതിൽ എക്സാം റിലവൻസ് എന്നുള്ള രീതിയിൽ നോക്കുവാണെങ്കിൽ അത് നല്ല രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. 4 പ്രാവശ്യമൊക്കെ ചോദിച്ചതായിട്ട് കണ്ടിട്ടുണ്ട് വോട്ടിംഗ് ബിഹേവിയർ ഒക്കെ. അത് ഹൈ അല്ലെങ്കിൽ നമ്മൾ അത്രയും സ്ട്രെസ് ചെയ്തിട്ട് കാണേണ്ട ഒരു ടോപ്പിക് ആണ് വോട്ടിംഗ് ബിഹേവിയർ എന്നുള്ള ഒരു ടോപ്പിക്. പിന്നെ ബ്ലോക്ക് 4 നോക്കുവാണെങ്കിൽ അപ്ലിക്കേഷൻ ഓഫ് സോഷ്യൽ സൈക്കോളജി.
കൺസ്യൂമർ ബിഹേവിയർ ആയിട്ട് വരും. അതിൽ ടോപ്പിക്സുകളായിട്ടുള്ള മോഡൽസ് ആൻഡ് ആപ്ലിക്കേഷൻസ്, പിന്നെ അതുപോലെ എക്സാം റിലവൻസ് എന്നുള്ള രീതിയിൽ നോക്കുകയാണെങ്കിൽ മോഡൽസ് ഓഫ് കൺസ്യൂമർ ബിഹേവിയർ കോമൺലി ചോദിച്ച ഒരു ടോപ്പിക്കാണ്. അത് ഒരു 3 പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. അതിനൊരു മീഡിയം ചാൻസസ് ആണ് ഉള്ളത്. ബട്ട് സ്റ്റിൽ നമ്മൾ കുറച്ച് ഈ മീഡിയം ചാൻസസ് എന്ന് പറയുന്ന ടോപ്പിക്സുകൾ പോലും നമ്മൾ അവോയ്ഡ് ചെയ്യരുത്. നമ്മൾ അതിലൊരു ഷോർട്ട് നോട്ടും കാര്യങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ഉണ്ടാക്കുക. ഇനി യൂണിറ്റ് 10 നോക്കുവാണെങ്കിൽ അതിൽ ഗ്രൂപ്പ് ഡൈനാമിക്സ്, വർക്ക് മോട്ടിവേഷൻസ്. ഇത് ഗ്രൂപ്പ് ഡൈനാമിക്സ് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഒരു പ്രാവശ്യം ചോദിച്ചതുകൊണ്ട് അത് ഒരു എന്താ പറയാ ഒരു ലോ റിലവൻസ് മാത്രമേ അതിന് കണ്ടിട്ടുള്ളൂ. അത് നമുക്ക് അത്ര ഇമ്പോർട്ടൻസ് കൊടുത്താൽ മതി. ബട്ട് സ്റ്റിൽ ചാൻസ് ഉണ്ട്. നമ്മൾ പഠിക്കുന്ന സമയത്ത് ആ ഒരു ഏരിയയും കൂടെ ഒന്ന് സ്ട്രെസ് ചെയ്ത് പഠിക്കാം. യൂണിറ്റ് 11 എഡ്യൂക്കേഷൻ ആൻഡ് ക്ലാസ് റൂം എന്നുള്ള ഒരു യൂണിറ്റ് ആണ്. അതിൽ ടോപ്പിക്സുകളായിട്ടുള്ള അക്കാഡമിക് സെൽഫ് കോൺസെപ്റ്റ്, ടീച്ചർ ആൻഡ് സ്റ്റുഡന്റ് ഇന്ററാക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിൽ എക്സാം റിലവൻസിൽ നോക്കുവാണെങ്കിൽ റെഗുലർ അപ്പിയറൻസ് ഉണ്ട്. ഇന്റർപേഴ്സണൽ പ്രോസസ് എന്നുള്ള ഒരു ടോപ്പിക്ക് നല്ല രീതിയിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹൈ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു ഏരിയ ആണ് ഇന്റർപേഴ്സണൽ പ്രോസസ് എന്നുള്ള ആ ഒരു ഏരിയ. ഓക്കെ, ഇനി ബ്ലോക്ക് 5 നമ്മളുടെ ലാസ്റ്റ് ബ്ലോക്ക്. അതിൽ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് ആണ് ഉള്ളത്. അപ്പോൾ ഒരു ആപ്ലിക്കേഷൻ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് കൂടുതലും ചോദിക്കുന്ന ഒരു ബ്ലോക്ക് ആണ് നമ്മളുടെ ബ്ലോക്ക് 5. അതിൽ യൂണിറ്റ് 12 സ്പോർട്സ് സൈക്കോളജി ആണ്. അവിടെ ടീം ബിൽഡിംഗ് ആൻഡ് ലീഡർഷിപ്സ് ആണ് ഉള്ളത്. അപ്പൊ അതിൽ മീഡിയം ചാൻസസ് ആണുള്ളത്. 2 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. കൊഹിഷന്റെ പറ്റിയിട്ടൊക്കെയാണ് കൂടുതലും ചോദിച്ചത്. ടീം കൊഹിഷൻ എന്നുള്ള ഒരു ടോപ്പിക് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. പിന്നെ യൂണിറ്റ് 13 നമ്മൾ സൈബർ ബുള്ളിങ്ങും മെന്റൽ ഹെൽത്തിനെ കുറിച്ചാണ് പഠിച്ചിരിക്കുന്നത്. അതിൽ കൂടുതലും നമ്മുടെ സോഷ്യൽ മീഡിയ റിലവൻസ് ഇൻ സൈക്കോളജി എന്നുള്ള ഒരു ഫീച്ചേഴ്സ് 3 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു അപ്ലിക്കേഷൻ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് ഇതിനെ കാണാം. ഈ ഒരു ടോപ്പിക്കിലുള്ള എല്ലാ ടോപ്പിക്സും നമുക്ക് നമ്മളുടെ ഡെയിലി ലൈഫുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ്. സോ ദാറ്റ് ഇതൊരു അപ്ലിക്കേഷൻ കൈൻഡ് ഓഫ് ഏരിയ ആയിട്ട് തന്നെ കണക്കാക്കാം. അതുകൊണ്ട് തന്നെ ഇതിന് ഹൈ ചാൻസസ് ഉണ്ട്. കാരണം സോഷ്യൽ മീഡിയന്റെ ഒരു യൂസ് എന്നൊക്കെ നമുക്കറിയാം. പിന്നെ യൂണിറ്റ് 14 ഹെൽത്ത് ആൻഡ് മെന്റൽ വെൽബീയിങ് എന്നുള്ള ഒരു യൂണിറ്റ് ആണ്. അതിൽ സോഷ്യൽ സ്റ്റിഗ്മ, ഹെൽത്തി ബിഹേവിയേഴ്സ് ഒക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. അതിൽ നല്ല രീതിയിൽ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ റെഗുലർലി ചോദിച്ച കുറച്ച് ഏരിയാസ് ആണ്. സോ നമ്മൾ യൂണിറ്റ് 14 അതിൻ്റെതായ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഹൈ ചാൻസസ് ഉണ്ട്. ഇതൊരു നിങ്ങൾക്ക് ഒരു വിഷ്വലൈസേഷൻ ആണ്. പിന്നെ നിങ്ങൾക്ക് ഇത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഓരോ ബ്ലോക്കിന്റെ ഇമ്പോർട്ടൻസും നിങ്ങൾക്ക് മനസ്സിലാവും. സോ നമ്മൾ ഇങ്ങനെ ഒരു ബ്ലോക്കിനെ തരംതിരിച്ച് നോക്കുവാണെങ്കിൽ നമ്മൾ യൂണിറ്റ് വൈസ് അല്ലാതെ ബ്ലോക്ക് വൈസ് നോക്കുമ്പോൾ ബ്ലോക്ക് 1 ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചത്, ഫ്രീക്വന്റ്ലി നമ്മളുടെ എക്സാംസിൽ ചോദിച്ചതായിട്ട് കണ്ടിരിക്കുന്നത്. ഈ ഒരു ബാർ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു ഡാറ്റ മനസ്സിലാവും. പിന്നെ രണ്ടാമത്തെ ഒരു ബ്ലോക്കും ഇമ്പോർട്ടന്റ് ആണ്. ഫസ്റ്റ് ബ്ലോക്കിന് ശേഷം രണ്ടാമത്തെ ബ്ലോക്കിനാണ് ഇമ്പോർട്ടൻസ്. പിന്നെ 4ാമത്തെ ബ്ലോക്കും അതിനുശേഷം 5ാമത്തെ ബ്ലോക്കും നമുക്ക് ലെസ് കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ കുറച്ചൊരു കുറവ് നമ്മളുടെ 3ാമത്തെ ബ്ലോക്കുമാണ്. ഇനി ബ്ലോക്ക് വൈസ് നമുക്ക് പിന്നെ നമ്മളുടെ ടോപ്പിക്സിന്റെയും ഒരു ഇമ്പോർട്ടൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ബ്ലോക്ക് 1 നേച്ചർ ആൻഡ് സ്കോപ്പ്, അതിന്റെ ഡെഫിനിഷൻ സ്കോപ്പ് 3 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇമ്പോർട്ടന്റ് ഏരിയ ആണ്. ഹൈ ഫ്രീക്വൻസി ഏരിയാസ് ആണ്. ഈ ഹൈ ഫ്രീക്വൻസി ഏരിയാസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 2ാമത്തെ ബ്ലോക്കിൽ ഇന്റർവെൻഷൻ മാപ്പിംഗ് 4 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. പിന്നെ ബ്ലോക്ക് 3 വോട്ടിംഗ് ബിഹേവിയർ, മീഡിയ ഇൻഫ്ലുവൻസ് എന്നുള്ള ഒരു ടോപ്പിക്കിലോട്ടേക്ക് വരുന്ന സമയത്ത് 4 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. പിന്നെ 5ാമത്തെ ബ്ലോക്കിൽ ഹെൽത്ത് സൈക്കോളജിയിൽ സോഷ്യൽ സ്റ്റിഗ്മ, അത് 4 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഈ ഏരിയാസ് ഒക്കെ കുറച്ചുകൂടെ സ്ട്രെസ് ചെയ്തിട്ടും ഫോക്കസ് ചെയ്തും ഹൈ പ്രയോറിറ്റിയും കൊടുത്തിട്ട് നമ്മൾ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാം. ഇനി കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു എക്സാം പാറ്റേൺ എങ്ങനെ നമ്മൾ നോക്കാം എന്നുള്ള രീതിയിലാണ് നമ്മൾ അടുത്ത ഒരു സെക്ഷനിലോട്ടേക്ക് പോകുന്നത്. അതായത് നമ്മളുടെ ഒരു ഔട്ട്ലൈൻ ഇപ്പൊ നമുക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. നമുക്ക് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെ ടോപ്പിക്കിൽ നിന്നാണ് വരുന്നത് എന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇനി നമ്മൾ എങ്ങനെയാണ് എക്സാം ഫോർമാറ്റ് അല്ലെങ്കിൽ എക്സാമിന്റെ ഒരു ഔട്ട്ലൈൻ എങ്ങനെയാണ് എന്നാണ് നമ്മൾ നോക്കുന്നത്. എസ്സേ ടൈപ്സ് ക്വസ്റ്റ്യൻസ് ആണ് ആദ്യമായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത് എക്സ്പ്ലനേഷനും അതിൽ നമ്മൾ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എക്സ്പ്ലനേഷൻ, അതുപോലെ തന്നെ ക്രിട്ടിക്കൽ അനാലിസിസും നമ്മൾ അതിൽ യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ നമ്മുടെ അടുത്ത് ചോദിക്കുന്നത് എക്സ്പ്ലെയിൻ ദ നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി ആണ് ചോദിക്കുന്നത്. അത് 10 മാർക്കിനാണ് നമുക്ക് ചോദിക്കുക. എസ്സേ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ അതിനൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കണം, അതിനുശേഷം ഒരു ബോഡി, അതിനുശേഷം ഒരു കൺക്ലൂഷൻ. ആ രീതിയിലാണ് നമ്മൾ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസിന് അറ്റൻഡ് ചെയ്യുക. ഇനി നമ്മൾ ഷോർട്ട് നോട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന സമയത്ത് നമ്മൾ ഒരു കൺസൈസ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ ആണ് അതിന് കൊടുക്കേണ്ടത്. അതായത് നമ്മൾ ഇലാബറേറ്റഡ് ആയിട്ട് പോവാതെ അപ് ടു പോയിന്റ് ആയിട്ട് നമ്മൾ അതിന് ഒരു കൺസൈസ് ആയിട്ടുള്ള ഒരു ആൻസർ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം നോക്കുക.
5 മാർക്കിനാണ് കൂടുതൽ നമുക്ക് ഷോർട്ട് ആൻസേഴ്സ് ചോദിക്കാം. ഇനി ആപ്ലിക്കേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ഇതൊരു തിയറിന്റെ അല്ലെങ്കിൽ നമ്മളുടെ ഒരു ടെസ്റ്റ് പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻ എന്നുള്ള രീതിയിലാണ് ആ ഒരു പിന്നെ ആപ്ലിക്കേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. ഒരു എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ ഡിസ്ക്രൈബ് ദ ആപ്ലിക്കേഷൻ ഓഫ് സോഷ്യൽ സൈക്കോളജി ടു ലീഗൽ സിസ്റ്റം. അപ്പോൾ ആ ഒരു ലീഗൽ സിസ്റ്റത്തിൽ സോഷ്യൽ സൈക്കോളജിയുടെ ഒരു ആപ്ലിക്കേഷൻ ലെവൽ, അപ്പോൾ നമ്മൾ ഇത് ബ്ലോക്ക് 5 ആയിട്ട് റിലേറ്റ് ചെയ്ത ഒരു അല്ലെങ്കിൽ റിലേറ്റ് ചെയ്യുന്ന ടോപ്പിക്സുകളാണ് ആപ്ലിക്കേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസിൽ വരിക. അത് യൂഷ്വലി 10 മാർക്കിനാണ് വരിക. സോ ദാറ്റ് നമ്മളുടെ റിയൽ ലൈഫ് എക്സ്പീരിയൻസ്, റിയൽ ലൈഫ് ആപ്ലിക്കേഷൻ എന്നുള്ള രീതിയിൽ ആ ആൻസേഴ്സിനെ നോക്കിക്കാണണം. ഇനി നമ്മളുടെ 4ാമത്തെ സെക്ഷൻ ക്രിട്ടിക്സ് ആൻഡ് ഇവാലുവേഷൻ ആണ്. ഇവിടെ നമ്മൾ ഇൻവോൾവ് ചെയ്യുന്നത് നമ്മളുടെ ഓരോ തിയറീസിന്റെയോ അല്ലെങ്കിൽ ഓരോ മെത്തേഡ്സിന്റെയോ ഒക്കെ ക്രിട്ടിക്കൽ അസസ്മെന്റ് എന്നുള്ള രീതിയിലാണ് ഉണ്ടാവുക. ഫോർ എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ ഡിസ്കസ് ദ അഡ്വാൻറ്റേജസ് ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് ക്വാളിറ്റേറ്റീവ് റിസർച്ച് മെത്തേഡ്സ്. അപ്പൊ നമ്മൾ ആ ഒരു തിയറിന്റെയും അല്ലെങ്കിൽ ആ ഒരു മെത്തഡോളജിന്റെയും ഒക്കെ അഡ്വാൻറ്റേജസും ലിമിറ്റേഷൻസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തതെന്ന്. അപ്പോൾ ഇതാണ് ക്രിട്ടിക്സ് ആൻഡ് ഇവാലുവേഷൻ. ഇനി നമ്മൾ ബ്ലോക്ക് വൈസ് ആൻഡ് യൂണിറ്റ് വൈസ് കവറേജ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അത് തന്നെ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് പോവാം കേട്ടോ. ഫ്രീക്വന്റ്ലി ടെസ്റ്റ് ചെയ്തത് ബ്ലോക്ക് 1 ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഓൾറെഡി ഡിസ്കസ് ചെയ്ത ഒരു കാര്യമാണ് നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് അപ്ലൈഡ് സൈക്കോളജി ആണ്. കോമൺ എസ്സേ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും ഷോർട്ട് ക്വസ്റ്റ്യൻസും ആണ് ഇതിനെ ബേസ് ചെയ്തിട്ട് വരുന്നത്. ബ്ലോക്ക് 2 റെഗുലർലി ചോദിച്ചത് ഇന്റർവെൻഷൻ മാപ്പിംഗ് ആണ്. ഇത് ടൈപ്പ് ഓഫ് ഇവാലുവേഷനിലും ചോദിക്കാറുണ്ട്. പ്രീഡോമിനന്റ്ലി ചോദിക്കുന്നത് എസ്സേ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ബ്ലോക്ക് 2. ഇനി ബ്ലോക്ക് 4 നോക്കുവാണെങ്കിൽ സോഷ്യൽ മീഡിയ അതുപോലെ മെന്റൽ ഹെൽത്ത് വോട്ടിംഗ് ബിഹേവിയർ ഒക്കെയാണ് കൺസിസ്റ്റന്റ്ലി 3 പ്രാവശ്യം 3 ഇയറിൽ കൺസിസ്റ്റന്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളുടെ 5ാമത്തേത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. 5ാമത്തെ ബ്ലോക്കിൽ സൈബർ ബുള്ളിങ് അതുപോലെ സോഷ്യൽ സ്റ്റിഗ്മ, സോഷ്യൽ മീഡിയ, അത്തരം കാര്യങ്ങൾ ഇമ്പോർട്ടൻസ് ആണ്. അപ്പോൾ ഒരു ഒബ്സർവ്ഡ് പാറ്റേൺ എന്താണ് നമ്മൾ ഇത്രയും ഒരു ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വെച്ചിട്ട് നോക്കുവാണെങ്കിൽ ബ്ലോക്ക് 1ഉം 2ഉം ഒരു എന്താ പറയുക നമ്മൾ ഏറ്റവും കൂടുതൽ എംഫസൈസ് ചെയ്യേണ്ട അല്ലെങ്കിൽ അത്രയും രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു 2 ഫൗണ്ടേഷണൽ ആയിട്ടുള്ള നമ്മളുടെ ഈ ഒരു സബ്ജക്റ്റിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 ബ്ലോക്കുകളാണ് 1ഉം 2ഉം. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ബേസ്ഡ് ബ്ലോക്കുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് 5ാമത്തെ ബ്ലോക്കും അതുപോലെ തന്നെ 4ാമത്തെ ബ്ലോക്കും നല്ല രീതിയിൽ അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് ഈയിടെയായിട്ട് നല്ല രീതിയിൽ റെക്കറന്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഷോർട്ട് നോട്ട്സും അതുപോലെ ഡൈവേഴ്സ് ആയിട്ടുള്ള സബ് ടോപ്പിക്സുകളിൽ നിന്നാണ് നമുക്ക് ഷോർട്ട് നോട്ട് അല്ലെങ്കിൽ അവക കാര്യങ്ങൾ ഷോർട്ട് നോട്ട് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്നത്. എസ്സേ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് മെയിൻലി ബ്ലോക്ക് 1, ബ്ലോക്ക് 2 അതുപോലെ തന്നെ ബ്ലോക്ക് 4, ബ്ലോക്ക് 5 എന്നാണ് ചോദിക്കുന്നത്. ഇതാണ് മാർക്കിന്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലോക്ക് 1 ഒരു 15% ഓഫ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. എസ്സേസും നോട്ട്സും ആണ് അതിൽ ചോദിക്കുന്നത്. ബ്ലോക്ക് 2 25% ആണ് എസ്സേ ഓൺ ഇന്റർവെൻഷൻസ് ആൻഡ് മാപ്പിംഗ് ഉണ്ട്. ബ്ലോക്ക് 3 20% ആണ് ഷോർട്ട് നോട്ട്സ് ക്വാളിറ്റേറ്റീവ് റിസർച്ചിന്റെ ഒക്കെ പറ്റിയിട്ടാണ് ക്വസ്റ്റ്യൻ ടൈപ്സ് ഉണ്ടാവാറ്. ബ്ലോക്ക് 4 നോക്കുവാണെങ്കിൽ 20% ആണ് ആപ്ലിക്കേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. ബ്ലോക്ക് 5 20% ആണ് കേസ് സ്റ്റഡീസ് ആൻഡ് ആപ്ലിക്കേഷൻസ് ആണ് ഉണ്ടാവുക. ഓക്കെ, ഇതൊരു അടുത്തൊരു ബാർ ഡയഗ്രം ആണ്. നമ്മളുടെ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷന്റെ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെയാണ് ഈ ഒരു ഡയഗ്രത്തിലുള്ളത്. അപ്പോൾ ഇപ്പോൾ ഓൾറെഡി നമ്മൾ ആ ഒരു ഓപ്റ്റിക്കൽ ഒരു നിങ്ങൾക്ക് ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഹൈലൈറ്റഡ് ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇനി ബ്ലോക്ക് 2 ആൻഡ് ബ്ലോക്ക് 4ന്റെ ഒരു സിഗ്നിഫിക്കന്റ് പോർഷൻസ് എക്സാംസിൽ ചോദിച്ചതായിട്ട് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ബ്ലോക്ക് 1നും 5നും അതിൻ്റെതായ റോളുകളും അതിൻ്റെതായ ഇമ്പോർട്ടൻസും ഒരു ട്രെൻഡ് ഈയിടെയായിട്ട് കണ്ടിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ ഒരു മെയിൻ ആയിട്ടുള്ള ഇൻസൈറ്റ്. പിന്നെ നമ്മളുടെ ഒരു ട്രെൻഡ് ഷിഫ്റ്റ് നോക്കുവാണെങ്കിൽ കൂടുതലും അപ്ലിക്കേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഈയിടെയായിട്ട് ചോദിച്ചതായിട്ട് കണ്ടിട്ടുണ്ട്. അതായത് ബ്ലോക്ക് 4, ബ്ലോക്ക് 5 ഇമ്പോർട്ടൻസ് എന്നുള്ള രീതിയിൽ ചോദിച്ചതായിട്ട് റീസെന്റ് ടൈംസിൽ കണ്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബാലൻസ് ബിറ്റ്വീൻ തിയറി ആൻഡ് പ്രാക്ടീസ്, അതൊരു വലിയൊരു കോൺസെപ്റ്റ് ആണ്. നമ്മുടെ ഒരു തിയറട്ടിക്കൽ ബേസിസിൽ മാത്രം പോവാതെ അതിന്റെ നമ്മളൊരു അപ്ലിക്കേഷൻ കൈൻഡ് ഓഫ് വ്യൂവിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ഒരു ബാലൻസ് കിട്ടുള്ളൂ. ആ തിയറി ആൻഡ് പ്രാക്ടിക്കൽ ബാലൻസ് നമുക്ക് കിട്ടിയാൽ മാത്രമാണ് നമുക്ക് അത്തരം ക്വസ്റ്റ്യൻസിന് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഒരു ഫോർമാറ്റ് ഇവോൾവിംഗ് എന്നുള്ളൊരു സിസ്റ്റം ഉണ്ട്. അതായത് എസ്സേസ് മെയിൻലി ഡോമിനന്റ് ആയിട്ടുള്ള ഏരിയാസ് എന്നാണ് കൂടുതലും ചോദിക്കാറ്. ഷോർട്ട് നോട്ട്സും പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസും ഇന്റഗ്രേറ്റഡ് ആയിട്ട് നമ്മളൊരു സിലബസിനെ കുറച്ചും കൂടെ ഒരു വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയാസ് ചെറിയ ചെറിയ ഓരോ ടോപ്പിക്കുകളൊക്കെ സെലക്ട് ചെയ്തിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. എസ്സേസ് അല്ലെങ്കിൽ വലിയ വലിയ ക്വസ്റ്റ്യൻസും ഏറ്റവും കൂടുതൽ ഡോമിനന്റ് ആയിട്ട് അല്ലെങ്കിൽ ഇപ്പൊ ഡിസ്കസ് ചെയ്ത ഏരിയാസ് തന്നെയാണ് എസ്സേ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം.
ക്വസ്റ്റ്യൻസ് അനാലിസിസ് ബ്ലോക്ക് വൈസ് യൂണിറ്റ് വൈസ് ഒന്നുകൂടെ ഡിസ്കസ് ചെയ്യുവാണ്. യൂണിറ്റ് 1 ഇപ്പൊ ബ്ലോക്ക് 1 എടുത്ത് നോക്കുക കഴിഞ്ഞാല് ക്വസ്റ്റ്യൻസ് എക്സ്പ്ലെയിൻ ദ നേച്ചർ സ്കോപ്പ് ഓഫ് സോഷ്യൽ സൈക്കോളജി 3 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്, അതുകൊണ്ട് റിപ്പീറ്റ് അടിച്ച് പോകുന്നില്ല കേട്ടോ. യൂണിറ്റ് 2 നോക്കുവാണെങ്കിൽ ഡിസ്ക്രൈബ് ടൈപ്സ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ഇൻ അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി 2 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ബ്ലോക്ക് 2 ഇന്റർവെൻഷൻ ആൻഡ് ഇവാലുവേഷൻ. യൂണിറ്റ് 4 നോക്കുവാണെങ്കിൽ സോഷ്യൽ ഇഷ്യൂസ് ആൻഡ് പ്രോബ്ലംസിൽ അതിൽ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ദ ചാലഞ്ചസ് ഓഫ് അഡ്രസ്സിംഗ് സോഷ്യൽ പ്രോബ്ലംസ് ലൈക്ക് പോവർട്ടി ഓർ വയലൻസ് 3 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. യൂണിറ്റ് 5 എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് ഇന്റർവെൻഷൻ മാപ്പിംഗ് ആൻഡ് ഇറ്റ് സ്റ്റെപ്സ് 4 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഏതൊക്കെ വർഷങ്ങളിലാണ് ചോദിച്ചത് എന്നുള്ള ഡീറ്റെയിൽസ് ആണ് ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ യൂണിറ്റ് 7 കോമൺ ആൻഡ് ലീഗൽ സിസ്റ്റത്തിൽ ഡിസ്ക്രൈബ് ദ ആപ്ലിക്കേഷൻ ഓഫ് സോഷ്യൽ സൈക്കോളജി ടു ലീഗൽ സിസ്റ്റം 2 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. പിന്നെ യൂണിറ്റ് 8 എക്സ്പ്ലെയിൻ വോട്ടിംഗ് ബിഹേവിയർ ആൻഡ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഇറ്റ്, അത് 3 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. 4ാമത്തെ ബ്ലോക്കിൽ ഡിസ്കസ് ദ ഇമ്പാക്ട് ഓഫ് സോഷ്യൽ മീഡിയ ആൻഡ് മെന്റൽ ഹെൽത്ത് 3 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. 14ാമത്തെ യൂണിറ്റിൽ നമ്മളുടെ ഡിസ്ക്രൈബ് സോഷ്യൽ സ്റ്റിഗ്മ, അതുപോലെ അതിന്റെ മെന്റൽ ഹെൽത്തിലുള്ള എഫക്റ്റുകളും കാര്യത്തിനെ പറ്റിയിട്ട് 2 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് മാർക്ക് അലോക്കേഷൻ ആയിട്ടുള്ളത്. യൂണിറ്റ് വൈസ് ചെയ്തിട്ടുള്ള ഒരു മാർക്ക് അലോക്കേഷനും അതിന്റെ ഫ്രീക്വൻസിയും അതിന്റെ ആവറേജ് മാർക്സ് എത്ര മാർക്സിലാണ് ആ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. കൂടുതലും എസ്സേ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇത്തരം ഏരിയാസ് ഒന്നും മാത്രമായിട്ട് ചോദിച്ചതായിട്ട് കണ്ടിട്ടുള്ളൂ. സോ ഇതിന്ന് കിട്ടുന്ന ഒരു റെക്കമെൻഡേഷൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഇൻസൈറ്റ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ബ്ലോക്ക് 1 ബ്ലോക്ക് 2 എല്ലാം പഠിക്കുന്ന സമയത്ത് ഈ മെൻഷൻ ചെയ്ത ആ ഒരു യൂണിറ്റിലെ അത്തരം ടോപ്പിക്സുകൾ കുറച്ചുകൂടെ സ്ട്രെസ് ഔട്ട് ചെയ്ത് പഠിക്കാം. അതുപോലെ തന്നെ നമ്മളുടെ യൂണിറ്റ് 4 പഠിക്കുന്ന സമയത്ത് അതിന്റെ ഒരു അപ്ലിക്കേഷൻ കൈൻഡ് ഓഫ് രീതിയിൽ നോക്കി കാണാം. പിന്നെ നമ്മൾ കോംപ്രിഹെൻസീവ് ആയിട്ട് ആൻസേഴ്സ് എഴുതാൻ വേണ്ടിയിട്ട് പഠിക്കുക. ഇപ്പൊ എസ്സേ ടൈപ്പ് എന്ന് പറയുമ്പോൾ അതിന് 10 മാർക്ക് എന്നുള്ള രീതിയിലാണ് നമ്മൾ നോക്കി കാണേണ്ടത്. അപ്പൊ ആ രീതിയിൽ നമ്മൾ അത്രയും ടോപ്പിക്സുകളെ ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം ആ ഒരു എസ്സേ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എഴുതാൻ. ഷോർട്ട് നോട്ട് എഴുതുന്ന സമയത്ത് കോംപ്രിഹെൻസീവ് ആയിട്ട് എഴുതാൻ വേണ്ടിയിട്ട് നോക്കുക. പിന്നെ നമ്മൾ ഐഡന്റിഫൈ പാറ്റേൺസ് ഇൻ അപ്ലിക്കേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ്, അതായത് നമ്മൾ ആ ഒരു ആപ്ലിക്കേഷൻ ബേസ്ഡ് ഓഫ് ക്വസ്റ്റ്യൻസിന്റെ ആ ഒരു പാറ്റേൺ എന്താണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു അപ്ലിക്കേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ് എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കിക്കാണുക. അതുപോലെ തന്നെ അതിന്റെ എക്സാമ്പിൾസ് ആയിട്ടുള്ള ഒരു കേസ് സ്റ്റഡി അല്ലെങ്കിൽ നമ്മളുടെ ഒരു പ്രാക്ടിക്കൽ ഒരു നോളജും കൂടെ നമ്മൾ അങ്ങോട്ടേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അത്തരം ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്യാട്ടോ. ഇതാണ് ഫ്രീക്വന്റ്ലി യൂസ് ചെയ്ത അല്ലെങ്കിൽ ടോപ്പിക് ബേസ്ഡ് ഏറ്റവും കൂടുതൽ ചോദിച്ച ടോപ്പിക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർവെൻഷൻ മാപ്പിംഗ് ആണ്. 4 പ്രാവശ്യമാണ് ചോദിച്ചത്. പിന്നെ 3 പ്രാവശ്യം ചോദിച്ച നേച്ചർ ആൻഡ് സ്കോപ്പ്, സോഷ്യൽ മീഡിയ ആൻഡ് മെന്റൽ ഹെൽത്ത്, വോട്ടിംഗ് ബിഹേവിയർ. ഈ 4 ടോപ്പിക്കുകളും മസ്റ്റ് ആയിട്ട് ഷോർട്ട് നോട്ട് ഉണ്ടാക്കി പഠിക്കാം. പിന്നെ ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ ആണ്. ടോപ്പിക് ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹൈ മീഡിയം ലോ എന്നുള്ള രീതിയിൽ നമ്മൾ ടോപ്പിക് ബേസ് ചെയ്തിട്ട് നമ്മൾ അനലൈസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ബ്ലോക്ക് വൈസ് നോക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഹൈ ആയിട്ടുള്ളത് നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി ആണ്. പിന്നെ ഡിഫറൻസ് ബിറ്റ്വീൻ സോഷ്യൽ സൈക്കോളജി ആൻഡ് അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി ആണ്. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ റെക്കറന്റ് ആയിട്ട് ചോദിച്ച ഹൈ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട യൂണിറ്റ് 1 ഈ 2 ടോപ്പിക്കുകളാണ്. പിന്നെ മീഡിയം യൂണിറ്റ് 2 നോക്കുകയാണെങ്കിൽ മീഡിയം ആൻഡ് ലോ രീതിയിലാണ് പോകുന്നത്. ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് റിസർച്ച് മെത്തേഡ്സ്, എത്തിക്സ് ആണ്. പിന്നെ ബ്ലോക്ക് 2 ഇന്റർവെൻഷൻ ആൻഡ് ഇവാലുവേഷൻ എന്നുള്ള ഒരു ബ്ലോക്കിൽ നമ്മൾ ഹൈ പ്രയോറിറ്റി ആയിട്ട് കൊടുക്കേണ്ടത് പോവർട്ടി, വയലൻസ് ആൻഡ് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ എന്നുള്ള ഒരു യൂണിറ്റ് 4 ഒരു ഭാഗവും, യൂണിറ്റ് 4 തന്നെ മീഡിയം ഫ്രീക്വൻസിയിൽ ചോദിച്ച ഡെലിംക്വസി അതുപോലെ ചൈൽഡ് അബ്യൂസും. പിന്നെ ഇവിടെ സോഷ്യൽ ഇഷ്യൂസും അതുപോലെ പോവർട്ടി ലൈനിലൊക്കെ നോക്കുവാണെങ്കിൽ അത് അപ്ലിക്കേഷൻ കൈൻഡ് ഓഫ് രീതിയിൽ ചോദിച്ചതായിട്ട് കണ്ടിട്ടുണ്ട്. ഇനി യൂണിറ്റ് 5 നോക്കുവാണെങ്കിൽ ഹൈ ഏരിയാസ് ഇന്റർവെൻഷൻ മാപ്പിംഗ് ഇമ്പാക്ട് അനാലിസിസ് ആണ്. പിന്നെ യൂണിറ്റ് 7 നോക്കുവാണെങ്കിൽ ഹൈ രീതിയിൽ പോയത് അപ്ലിക്കേഷൻ ഓഫ് സോഷ്യൽ സൈക്കോളജി ടു ലീഗൽ സിസ്റ്റം, ലോ രീതിയിൽ അല്ലെങ്കിൽ ഒരു മീഡിയം രീതിയിൽ പോയത് സോഷ്യൽ സൈക്കോളജി ആൻഡ് ക്രൈം ആണ്. യൂണിറ്റ് 8 നോക്കുവാണെങ്കിൽ വോട്ടിംഗ് ബിഹേവിയർ ആൻഡ് മീഡിയ ഇൻഫ്ലുവൻസ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ യൂണിറ്റ് 13 സൈബർ ബുള്ളിംഗ് ആൻഡ് മെന്റൽ ഹെൽത്ത്, ഇതൊക്കെ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. സോ മുമ്പേ മെൻഷൻ ചെയ്ത ടോപ്പിക്സുകൾ കുറച്ചും കൂടെ സ്ട്രെസ് ചെയ്തിട്ട് പഠിക്കാം. ഓക്കെ, ഇതൊക്കെയാണ് നമ്മളുടെ ഏറ്റവും കൂടുതലായിട്ടുള്ള പ്രയോറിറ്റീസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മളുടെ വിഷ്വൽ ഇൻഡിക്കേറ്റേഴ്സ് വഴി നമ്മൾ ഓരോ ഏരിയാസും ഹൈ റേഞ്ച് അല്ലെങ്കിൽ ഹൈ ഇമ്പോർട്ടൻസ് ഏരിയാസിന് മീഡിയം ഇമ്പോർട്ടന്റ് ഏരിയാസും അതുപോലെ ലോ ഇമ്പോർട്ടന്റ് ഏരിയാസും ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനിലൂടെ ഒന്നുകൂടെ കാണിച്ചു തരാൻ പോവുകയാണ്.
ഓക്കെ, അപ്പൊ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ്, ഹൈ ഇമ്പോർട്ടന്റ് ഏരിയാസിലുള്ള ടോപ്പിക്സുകളും ഓരോ ബ്ലോക്ക് വൈസ് ആയിട്ടുള്ള ഒരു പ്രോബിലിറ്റി സ്കെയിലാണ്, അല്ലെങ്കിൽ പ്രോബിലിറ്റി റേറ്റിംഗ് അക്രോസ് ബ്ലോക്സ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇനി നമ്മളുടെ ഒരു പ്രൊഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് ഇനി എക്സാമിന് വരാൻ ചാൻസ് ഉള്ള ഏരിയാസിനെ ഫോക്കസ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ പോലെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. 2 മണിക്കൂറാണ് നമുക്ക് എക്സാം ഉണ്ടാവുക, 50 മാർക്കാണ് ടോട്ടലി. അതിൽ നമ്മൾ അറ്റംപ്റ്റ് ചെയ്യേണ്ടത് 5 ക്വസ്റ്റ്യൻസ് ആണ്. 2 ക്വസ്റ്റ്യൻസ് ഓരോ സെക്ഷനിലും കൂടെ നമ്മൾ മിനിമം അറ്റൻഡ് ചെയ്യണം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ഓപ്ഷൻ എ അല്ലെങ്കിൽ സെക്ഷൻ എയിൽ നിന്ന് നമുക്ക് ഓൾറെഡി ചൂസ് ചെയ്യാം. വേർഡ് ലിമിറ്റ് എന്ന് പറയുന്നത് 300 വേർഡ്സ് ആണ് നമ്മളുടെ ഓരോ ക്വസ്റ്റ്യൻ ഉള്ളത്. ഓൾ ക്വസ്റ്റ്യൻസിനും കറക്റ്റ് ആയിട്ടുള്ള ഈക്വൽ മാർക്സ് തന്നെ നമ്മൾ കൊടുക്കുന്നുണ്ടാവും. ഇപ്പോൾ സെക്ഷൻ എയിൽ കൊടുത്തിരിക്കുന്ന ഒന്നാമത്തെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫൈൻ അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി ആൻഡ് എക്സ്പ്ലെയിൻ ദ ഡിഫറൻസ് ബിറ്റ്വീൻ സോഷ്യൽ സൈക്കോളജി ആൻഡ് അപ്ലൈഡ് സൈക്കോളജി ആണ്. 10 മാർക്കിനാണ് ചോദിച്ച ചോദ്യമാണ്. അത് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് അതിന്റെ സ്കോപ്പ്, ഒബ്ജക്റ്റീവ്, അതുപോലെ ലെവൽ ഓഫ് അനാലിസിസ് ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുവാണെങ്കിൽ ഡിസ്കസ് ദ റോൾ ഓഫ് ഇന്റർവെൻഷൻ മാപ്പിംഗ് ഇൻ ഡിസൈനിങ് എഫക്റ്റീവ് സോഷ്യൽ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻസ് ആണ്. 10 മാർക്കിനുള്ള ചോദ്യമാണ്. അതിൽ നമ്മൾ കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് ആയിട്ട് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട ടോപ്പിക് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റെപ്സിലും കുറച്ചുകൂടെ ഇലാബറേറ്റ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ രീതിയിൽ നമ്മുടെ റിയൽ വേൾഡ് സിനാരിയോസ് ഇൻക്ലൂഡ് ചെയ്തിട്ട് ആ രീതിയിൽ കൂടെ നമുക്ക് ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. ഓക്കെ, നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഒരു പ്രൊഡിക്റ്റീവ് ഒരു രീതിയിൽ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഡിസ്ക്രൈബ് ദ മെത്തേഡ്സ് ഓഫ് ക്വാളിറ്റേറ്റീവ് റിസർച്ച് യൂസ്ഡ് ഇൻ അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി. അവിടെ നമ്മൾ എക്സാമ്പിൾസും കൊടുക്കണം. ഇവിടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട എന്തൊക്കെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡെപ്ത് രീതിയിൽ ഒരു മെത്തഡോളജി നമ്മളുടെ ഇന്റർവ്യൂസിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ എന്നുള്ള രീതിയിലും നമ്മൾ ആ ടോപ്പിക്സുകളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം ഇത് എഴുതാൻ. നാലാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷോർട്ട് നോട്ടാണ്. 2 സബ് ടോപ്പിക്സ് കൊടുത്തിട്ടുണ്ട്. ഒന്ന് സോഷ്യൽ ഡിലെമാസ് 5 മാർക്കിന്, അതുപോലെ തന്നെ രണ്ടാമത്തത് 5 മാർക്കിനാണ് കൾച്ചറൽ ഡൈവേഴ്സിറ്റി ആൻഡ് ഇന്റർ ഗ്രൂപ്പ് റിലേഷൻസ്. ഇവിടെ നമ്മൾ കവർ ചെയ്യേണ്ട തിയറീസും അതുപോലെ തന്നെ പ്രാക്ടിക്കൽ പെർസ്പെക്റ്റീവും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ മാർക്ക് സെക്യൂർ ചെയ്യാൻ പറ്റും. ഇനി സെക്ഷൻ ബി നോക്കുവാണെങ്കിൽ സെക്ഷൻ ബിയിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെ കൊടുത്തിരിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അനലൈസ് ദ ആപ്ലിക്കേഷൻ ഓഫ് സോഷ്യൽ സൈക്കോളജി പ്രിൻസിപ്പിൾ ടു കൺസ്യൂമർ ബിഹേവിയർ, ഡിസ്കസ് ദ റെഫറൻസ് ടു കൺസ്യൂമർ ബിഹേവിയർ മോഡൽസ്. അത് 10 മാർക്കിനാണ് ചോദിച്ചിരിക്കുന്നത്. അവിടെ കൊടുക്കേണ്ട ഒരു പോയിന്റ്സ് എന്തൊക്കെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകോർപ്പറേറ്റ് ഫാക്ടേഴ്സ് ആൻഡ് ഇൻഫ്ലുവൻസ് കൺസ്യൂമർ ചോയ്സ്. ആറാമത്തെ ക്വസ്റ്റ്യൻ അത് നമ്മൾ വോട്ടിംഗ് ബിഹേവിയേഴ്സിനെ പറ്റിയിട്ട് നമ്മൾ അത്രയും ഇമ്പോർട്ടന്റ് ആണ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഹൈ ഫോക്കസ് ഏരിയ എന്ന് പറഞ്ഞ് ഇത്ര നേരം കൊടുത്ത ഒരു ഏരിയ തന്നെയാണ്. അവിടെ നമ്മൾ ഹിന്റ് ആയിട്ട് കൊടുക്കേണ്ടത് ആട്രിബ്യൂഷൻ തിയറി അതുപോലെ തന്നെ മീഡിയ സ്കീമാസിനെ പറ്റിയിട്ടും ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മുടെ ഏഴാമത്തെ ക്വസ്റ്റ്യൻ സോഷ്യൽ മീഡിയ ഓൺ മെന്റൽ ഹെൽത്തിനെ പറ്റിയിട്ടാണ്. അവിടെ നമ്മൾ കൂടുതലും റിയൽ ലൈഫ് എക്സാമ്പിൾസിനെയും അതുപോലെ തന്നെ അതിന്റെ സോഷ്യൽ ഔട്ട്കംസിനെയും നമ്മൾ സൈക്കോളജിക്കൽ സോഷ്യൽ ഔട്ട്കംസിനെയും നമ്മൾ ഡിസ്കസ് ചെയ്യാം. സോഷ്യൽ മീഡിയാസിനെ സൈബർ ബുള്ളിങ്ങിനെ ഒക്കെ പറ്റി ചോദിക്കുവാണെങ്കിൽ കുറച്ചുകൂടെ റിയൽ ലൈഫ് എക്സാമ്പിൾസ് ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല മാർക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ സോഷ്യൽ സ്റ്റിഗ്മ ഇൻ മെന്റൽ ഹെൽത്ത് ആണ്. അവിടെ ഇൻഡിവിജ്വൽ ഹെൽത്ത് ബീയിങ്ങിനെ എങ്ങനെ അത് എഫക്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് എഴുതേണ്ടത്. അവിടെ നമ്മൾ ഒരു സൊസൈറ്റി സ്റ്റിഗ്മേനെയും അതുപോലെ തന്നെ നമ്മളുടെ ഒരു സോഷ്യൽ കണ്ടീഷൻസ് ഒരു മെന്റൽ ഹെൽത്ത് ബീയിങ്ങിനെയും നമ്മളുടെ ഓവറോൾ വെൽബീയിങ്ങിനെ ഒരു ഇൻഡിവിജ്വലിനെ എങ്ങനെയൊക്കെ എഫക്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ നമ്മളുടെ ഈ ഒരു സ്റ്റിഗ്മ നമ്മളുടെ എന്തൊക്കെ മാനസികമായിട്ടുള്ള രീതിയിലാണ് എഫക്ട് ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ ബ്ലോക്ക് 4ലും അതുപോലെ തന്നെ ബ്ലോക്ക് 5ലും നമ്മൾ ഇതിനെ പറ്റിയിട്ടൊക്കെ ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ അത് ഫോക്കസ് ചെയ്തിട്ട് പഠിക്കാം. ഇനി നമ്മളുടെ കീ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെയാണ് നമ്മളുടെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെത്. ഡൈവേഴ്സ് കവറേജ് ഉണ്ട്. നമ്മളുടെ എല്ലാ ഏരിയാസും നല്ല പ്രൊഡിക്റ്റീവ് ലെവലിൽ നോക്കുവാണെങ്കിൽ ഡൈവേഴ്സ് ഏരിയയിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു റിയലിസ്റ്റിക് സ്ട്രക്ചർ ആണ് കൊടുത്തത്. നല്ല രീതിയിൽ ബാലൻസ്ഡ് ഫോക്കസ് ആണ് എല്ലാ ബ്ലോക്കുകളും തമ്മിലായിട്ട് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുന്ന സമയത്ത് ചെയ്തിരിക്കുന്നത്. ഇഗ്നോ സ്റ്റാൻഡേർഡ്സിനെ അലൈൻ ചെയ്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണിത്. ഈ ഒരു പ്രൊഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ പ്രാക്ടീസ് ചെയ്തുമ്പോൾ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ഏരിയാസ് സ്ട്രാറ്റജിക്കലി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ആ ഏരിയാസ് സ്ട്രെസ് ഔട്ട് ചെയ്ത് പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സെക്യൂർ ചെയ്യാനുള്ള ഒരു ചാൻസ് കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോ
ഇത്രയാണ് നമ്മളുടെ PYQ അനാലിസിസിലൂടെ നിങ്ങൾക്ക് ഏറ്റവും സ്ട്രെസ് ഔട്ട് ചെയ്യേണ്ട ഏരിയാസിനെ ഒക്കെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക് അനാലിസിസും യൂണിറ്റ് അനാലിസിസും അതുപോലെ തന്നെ ബ്ലോക്ക് അനാലിസിസും നമ്മൾ കൊടുത്തിട്ടുണ്ട്. പ്രൊഡിക്റ്റീവ് ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം നോക്കുക. അതിനെ ബേസ് ചെയ്ത് ഷോർട്ട് നോട്ടും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാക്സിമം നോക്കുക. പറഞ്ഞിരിക്കുന്ന ഏരിയാസ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസിയിൽ ചോദിച്ച ഏരിയാസ് നമ്മൾ അതിൻ്റെതായ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ നമുക്ക് ഈ ഒരു ടേം ആൻഡ് എക്സാമിനേഷനിൽ നല്ലൊരു മാർക്ക് സെക്യൂർ ചെയ്യാൻ പറ്റട്ടെ. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. നിങ്ങൾ ഇഗ്നുവിൽ ജോയിൻ ചെയ്ത ഒരാളാണോ? അല്ലെങ്കിൽ ഇഗ്നുവിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായുള്ള ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയുള്ള ഇഗ്നുവിൽ നിന്ന് ഡിഗ്രി PG MBA ഒക്കെ നേടാം. 22ഓളം വരുന്ന പ്രോഗ്രാമുകളിൽ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് നിങ്ങൾക്ക് ലേൺവൈസിൽ അവൈലബിൾ ആണ്. കൃത്യമായ മെന്റർഷിപ്പോടുകൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും. ലേൺവൈസിൽ നിന്ന് മുമ്പ് പഠിച്ചിറങ്ങിയവരുടെയും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും കണ്ട് മനസ്സിലാക്കുന്നതിനുമായിട്ട് എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനലിലേക്ക് പോവുക. അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ്. ഇനി ഒട്ടും സമയം കളയണ്ട, എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ ലേൺവൈസിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായി വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്.